വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളെ പറ്റിയിട്ട് നമുക്കൊന്നും ഇപ്പോൾ പറയാനില്ല. പിതാവ് ഒരു മിലിറ്ററിക്കാരനാണ്, അത് പറഞ്ഞ് പിന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. ആ ഒരു രീതിയിൽ ഇപ്പോൾ ആൻറ്റീനെ അടക്കം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം. വല്ലാത്ത സങ്കടം തോന്നി ഈ ഒരു സഹോദരിയുടെ ഈ തുറന്നു പറച്ചിൽ. അർജുൻ എന്ന കുടുംബത്തോട് മലയാളി ചെയ്യുന്ന കൊടും ക്രൂരത, ആ മനുഷ്യൻ്റെ ശരീരം പോലും ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ പരിശോധന നിർണായക ഘട്ടത്തിലാണ്. എങ്ങനെയാണ് മലയാളികൾക്ക് ആ ഒരു കുടുംബത്തിനെ സൈബർ അറ്റാക്ക് നടത്തി അതിക്രൂരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ കഴിയുന്നത്? അവരുടെ പൊന്നു സഹോദരൻ, ആ വീട്ടിലൊരു അംഗം, ഒരു സ്ത്രീയുടെ ഭർത്താവ്, ഒരു പൊന്നുമോൻ്റെ അച്ഛൻ എന്ന അർജുൻ കാണാതായിട്ട് 13 ദിവസങ്ങളായി. ഒരുപാട് പണച്ചെലവ് കൊണ്ട് നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. അന്ന് പുഴയിലൊക്കെ നിർണായക പരിശോധന. ആ സമയത്തും നമ്മൾ ആ കുടുംബത്തിന് പോസ്റ്റ്മോർട്ടം നടത്തി ആ കുടുംബത്തിന് ചീത്ത വാക്കുകൾ കൊണ്ട് കല്ലെറിയുകയാണ് മലയാളികൾ. മലയാളികളുടെ ഒത്തൊരുമയെക്കുറിച്ച് പലതവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇല്ലാത്ത ഫേക്ക് വീഡിയോ ഉണ്ടാക്കി ഈ കുടുംബം പട്ടാളത്തെ തെറി പറഞ്ഞു, രാജ്യത്തിനെതിരെ നെറികേടു കാട്ടി എന്നൊക്കെ ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഈ കുടുംബത്തിന്മാതിരി തെറി പറയുന്നത്. ഈ സഹോദരി ഹൃദയം പൊട്ടി പറയുന്ന വാക്കുകളാണിത്. ഒരല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനുഷ്യരത് ചെയ്യുമോ? ആ ഒരു അമ്മ അന്ന് ആ വൈകാരികമായിട്ട് സൈന്യത്തിൻ്റെ പരിശോധന പൂർത്തിയായിട്ടില്ലെന്നും സൈന്യം വന്നിട്ട് യാതൊരു കാര്യമില്ലെന്നും, ഒരു അമ്മയല്ലേ, അതിൻ്റെ മകനല്ലേ ആ ഒരു പുഴയിൽ പോയത് അല്ലെങ്കിൽ ആ ഒരു മണ്ണിടിച്ചിലിൽ കാണാതായത്. സ്വാഭാവികമായിട്ടും ഒരു അമ്മയുടെ സങ്കടമായിട്ട് കാണുന്നതിന് പകരം അമിത ദേശീയതയും സംഘിബോധവും മനസ്സിൽ വെച്ചിട്ട് ഈ കുടുംബത്തിനെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി വേട്ടയാടി. ഇപ്പതാ പോലീസ് കേസെടുത്തുക്കാൻ. ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ചില വ്യക്തികൾക്കെതിരെയും പോലീസ് കേസെടുക്കാൻ തുടങ്ങി. എന്തിനും ഏതിനും വർഗീയ പറയുന്ന ആളുകൾ ഈ കുടുംബത്തിൻ്റെ വേദന, പള്ളികൾ മുഴുവനും മക്കയിലും മദീനയിലുമൊക്കെ ഈ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തപ്പോൾ സംഘികൾ ചെയ്തത് പരമാവധി ഈ കുടുംബത്തിനെ വേദനിപ്പിക്കലാണ്. ഒരു പട്ടാളവുമായിട്ട് ബന്ധമുള്ളൊരു കുടുംബമാണിത്. ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം നിൽക്കാൻ സംഘികൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത് നിർണായക പരിശോധനയാണ്. ആ പരിശോധനയിൽ പ്രത്യേക ചില സംഘങ്ങളൊക്കെ വന്നിട്ട് പുഴയിലെ അടിത്തട്ടിൽ വന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലോറിയുടെ സിഗ്നൽ ആ ഒരു പുഴയിലെ പുതുതായിട്ട് രൂപം കൊണ്ട മണൽത്തിട്ടയിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. മൺതിട്ടയിലുണ്ട് എന്നാണ് പറയുന്നത്. ഒരു തെർമൽ ഇമേജിംഗ് പരിശോധനയൊക്കെ നടത്തിയെങ്കിലും ഇന്നലെ ട്രക്കിലൊരു മനുഷ്യ ശരീരത്തിൻ്റെതായ സിഗ്നൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മേജർ രവി പറഞ്ഞൊരു കാര്യമുണ്ട്. മേജർ രവി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സൈനികനും ഒരു സിനിമാ സംവിധായകനൊക്കെയാണ്. ഒരു പക്ഷേ ആ ട്രക്ക് വീണ സമയത്ത് മണ്ണിടിച്ചിലിൽ ആ ട്രക്കിൽ നിന്നെങ്ങാനും ആ പൊന്നുമോൻ പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത് ആ പുഴയിലേക്ക് ഒലിച്ചു പോയാൽ തുടക്കത്തിൽ തന്നെ നാവിക ഹെലികോപ്റ്ററുകളും മറ്റും വന്ന് പരിശോധന നടത്തിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 ദിവസം ഒരു പോലീസും ഒരു JCB വാഹനവും അവിടെ മണ്ണ് നീക്കാനുണ്ടായിരുന്നു, പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. അലംഭാവമാണ് നടന്നത്. പിന്നെ മലയാള മാധ്യമങ്ങൾ മുഴുവനും ചെന്നിട്ട് അതങ്ങോട്ട് അലങ്കോലമാക്കി. തുടക്കത്തിൽ, ഇപ്പോഴല്ല, ഇന്ന് എല്ലാ പള്ളികളിലും രാത്രികളിലും ഉസ്താദുമാരുടെ വയലുകളിലുമൊക്കെ ഫലസ്തീനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച അതേ ചുണ്ടുകളിൽ നിന്ന്, അതേ മുഖങ്ങളിൽ നിന്ന്, അതേ നാവിൽ നിന്ന് അവരുടെയൊന്നും ആരോരുമല്ലാത്ത, കണ്ടിട്ട് പോലുമില്ലാത്ത, എവിടെയോ കഴിഞ്ഞിരുന്ന ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാൻ. ലോകത്ത് മറ്റെവിടെയാ ഇങ്ങനെ കഴിയുക? തമിഴ്നാട്ടുകാരനൊരു ശരവണനും കാണാതായി, ഒരു കർണാടകക്കാരനും കാണാതായി. അവർക്ക് വേണ്ടി കുടുംബാംഗങ്ങളല്ലാതെ ആ രാജ്യത്ത്, ആ സംസ്ഥാനത്ത് ആരും ശബ്ദിക്കുന്നില്ല. അവിടെയാണ് അർജുന് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ അവിടുത്തെ ആ ഒരു പുഴയിൽ ആ ഒരു മല ഇടിഞ്ഞപ്പോൾ ഒലിച്ചുപോയ ആ ഒരു ഹോട്ടലിൻ്റെ വീഡിയോ കണ്ടു. അവിടെ കളിക്കുന്ന പൊന്നു മക്കൾ, അവിടുത്തെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരാളും അയാളുടെ ഭാര്യ ഒരു അങ്കണവാടി ടീച്ചർ, അവരുടെ 2 മക്കൾ, പിന്നെ ആ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ്, ഇവരടങ്ങുന്നതായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. ആ കുടുംബമൊക്കെ ആ മണ്ണ് വന്ന് ഒലിച്ചപ്പോൾ വാഹനത്തോടൊപ്പം പുഴയിലേക്ക് പോയിരുന്നവരൊക്കെ മരിച്ചവരുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടി. ആ ലോറിയിൽ പോകുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആ ലോറി ഇതാ മണ്ണിനോട് ചേർന്ന്, മലയോട് ചേർന്ന് നിൽക്കുന്നു. ആ മലയൊന്നാകെ ഇടിഞ്ഞപ്പോൾ പാവം, അതാ സമയത്ത് ഒരു രാത്രി പുലർച്ചയോടെയാണ് ഇവനവിടെ ലോറി ആൾട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മുൻപ് സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്, അങ്ങനെ വണ്ടിയുടെ ചില്ലൊക്കെ കയറ്റി AC ഒക്കെ ഇട്ടിട്ട് വണ്ടി കിടന്ന് ഉറങ്ങിയതാണ് അർജുൻ. 20ാമത്തെ വയസ്സിൽ വളയം പിടിക്കാൻ തുടങ്ങിയതാ. കുടുംബത്തെ നോക്കിയവനാ. ആ കുടുംബത്തിന് നിലക്ക് എത്തിച്ചത്, ആ വീടുണ്ടാക്കിയ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഹോട്ടലിൽ ഇറങ്ങിയിട്ടില്ല. അതും സ്വന്തമായിട്ട് പാചകം ചെയ്ത് ചായ ഉണ്ടാക്കി കുടിക്കുകയുള്ളൂ. അങ്ങനെ കുടുംബം നോക്കുന്നൊരു പൊന്നുമോൻ. ഒരു പക്ഷേ
അങ്ങനെ കുടുംബം നോക്കുന്നൊരു പൊന്നുമോനായതുകൊണ്ടാവും കേരളത്തിൽ ഇതുപോലെ ഒരു മതവും ജാതിയും നോക്കാതെ മനുഷ്യർ മുഴുവനും മതപണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഈ പൊന്നുമോൻക്ക് വേണ്ടി ദുആ ചെയ്തത്. ഒരുപാട് പേര് നേർച്ച എടുക്കാൻ, നോമ്പെടുക്കാൻ, പല പല പള്ളികളിലേക്ക് അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നേർച്ച നേർന്നിക്കാൻ, അർജുൻ്റെ ജീവനോടെ തിരിച്ചു കിട്ടാൻ, ആ പൊന്നുമോൻ്റെ ശരീരം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഭവം, ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മൾ കണ്ടു മറന്ന ഒരാളെ മുഖം പോലെ തോന്നുന്ന അർജുനെ കാണുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ അറിയുമായിരുന്നില്ല ഇങ്ങനെ ഒരാളെ. പക്ഷേ എവിടെയോ നമ്മുടെ ഒരു മുൻജന്മ ബന്ധം പോലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആരാണെന്നൊരു തോന്നൽ, ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനക്കിടയിലാണ് മലയാളികളായ ആളുകൾ, സംഘീബോധമുള്ള ആളുകൾ ആ കുടുംബത്തെ വേട്ടയാടുന്നത്. നിങ്ങൾ സൈന്യത്തിനെ കുറ്റം പറഞ്ഞാൽ തന്നെ അവർക്കെന്താണ്? അവരവരുടെ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ വൈകാരികമായിട്ട് ഇടപെടും. ആ ഇടപെടുന്നതിനെ വലിയ മാധ്യമ കവറേജ് ആക്കിയിട്ട് മാറ്റണോ? അതൊക്കെ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ ചെയ്യണോ? ആ അമ്മ പറയാണ്, ഞാനും എൻ്റെ മക്കളും കൂടി കഴിഞ്ഞിരുന്നത് ഒരു കുടുംബത്തിലും ഇത്ര സ്നേഹത്തോടെ ഉണ്ടാവില്ല. അവൻ്റെ ഭാര്യയും ഞാനൊക്കെ അത്രയും കമ്പനിയായിരുന്നു. ഇടക്കിടക്ക് വീട്ടിലേക്ക് വിളിക്കും. ഒരു യാത്ര പോയാൽ 9-10 ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്നവനാണെങ്കിലും ഒരു ദുശീലങ്ങളും എൻ്റെ മോനക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മോനെ, ഒരു പക്ഷെ ആ ഒരു മനസ്സിൻ്റെ നന്മ തന്നെ ആയിരിക്കാം ആ ശരീരം കിട്ടിയില്ലെങ്കിലും കിട്ടിയാലുമില്ലെങ്കിലും ആ പൊന്നുമോനക്ക് വേണ്ടിയുള്ള ദുആ കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കാതിരിക്കോ? അള്ളാഹു അതിലൊരു ഹൈറ് കണ്ടെത്തിയിട്ടുണ്ടാവും. ആ പൊന്നുമോനെ കിട്ടാതിരിക്കുക അത്രയും പ്രാർത്ഥന കിട്ടാനായിരിക്കും. എന്തിന് മക്കത്തും മദീനത്തും ദുആ ചെയ്തില്ലേ? ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിലെ ഒട്ടുമിക്ക മിമ്പറുകളിലും ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തില്ലേ? ഏതാൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മഹല്ലിലുള്ള വിശ്വാസിക്ക് പോലും കിട്ടുമോ? അതുപോലെ അപ്പോൾ അള്ളാഹു ആ മനുഷ്യന് ഒരുക്കി കൊടുത്തുക്കാൻ എവിടെയോ ഒരു നന്മയുടെ ഭാഗം ഉണ്ടാവും. പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാൾ, DYFIയുടെ സാമൂഹ്യ പ്രവർത്തകൻ, എന്തിനും ഏതിനും ആളുകൾക്കുമായിട്ട് സഹായം കൊടുക്കുന്ന ഒരാൾ, അവനെക്കുറിച്ച് അവൻ്റെ സുഹൃത്ത് പറയാണ്, ഞാൻ വരട്ടടാ, നിനക്ക് ഞാൻ കർണാടകയിൽ നിന്ന് ലൈസൻസ് ഒപ്പിച്ച് തരാം. അവനക്ക് വേണ്ടിയിട്ട് അവനെ വലിയ തിരക്കുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അവനെയും സഹായിയും കൂടെ കൂട്ടുവാണത്രേ. ഇന്ന് ആ പൊന്നുമോനക്ക് വേണ്ടി തിരച്ചിൽ, ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയാണ് ഈ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് പ്രത്യേക ചില സംഘങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവിടെ സോണാർ, റഡാർ, ഐബോർഡ് എന്നീ പരിശോധനകളിലൊക്കെ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് പരിശോധന നടത്തുന്നത്. 3 തരം പരിശോധനാ സംവിധാനങ്ങൾ ഉറപ്പിച്ച പോയിന്റുകളാണിത്. ആ മലയടിവാരത്തിന് 70 മീറ്റർ അകലെ 810 മീറ്റർ താഴ്ചയിലാണ് ഈ പോയിൻ്റ് ഉള്ളത്. ഈ പുതിയ പോയിൻ്റ് പഴയ പോയിൻ്റുകളെക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. ആ ഒരു ലോറി കിട്ടിയിട്ട് അതിൽ നിന്ന് ആ പൊന്നുമോനെ കിട്ടുന്ന ഒരു രംഗം മലയാളി കാത്തിരിക്കുന്നത് 2 കാര്യത്തിനാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് അബ്ദുറഹീമിൻ്റെ മോചനത്തിന്, മറ്റൊന്ന് ഈ അർജുനനെ തിരിച്ചു കിട്ടാൻ. അന്ന് അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കാശ് പിരിക്കുമ്പോൾ മതം പറഞ്ഞിട്ട് അതിനെ വർഗീയവൽക്കരിച്ചിട്ട് തരംതിരിച്ചവരുണ്ട്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി അർജുനന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിടത്തോളം ഇത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന മുസ്ലിം ജനവിഭാഗം അവരുടെ കുടുംബത്തിലെ കണ്ണിയായിട്ട്, അവരുടെ ഇക്കയായിട്ട്, അവരുടെ ബ്രദറായിട്ട്, അവരുടെ പൊന്നുമോനായിട്ട്, സഹോദരനായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് ഓരോ ആളുകളും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഓരോരുത്തരും അന്വേഷിക്കുകയാണ്, അർജുനനെ കിട്ടിയോ? ആ ഒരു കുടുംബത്തിനെ വേട്ടയാടുന്നത് ശരിയല്ല. ആ ഒരു സഹോദരി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്കിത് വേട്ടയാടൽ സഹിക്കുന്നില്ല. ഏഷ്യാനെറ്റ് പോലും ആ അമ്മയുടെ വാർത്തകൾ ഡിലീറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ താഴെ സംഘികളായ ആളുകൾ തെറി വിളി തുടങ്ങിയിട്ട് സഹിക്കാൻ കഴിയാതെയാണ് അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വാർത്തയുടെ താഴെയുള്ള ഒരു ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുക, കുടുംബത്തിനെ വേട്ടയാടുക. ഇവിടെ പള്ളിയാണോ അമ്പലമാണോ നോക്കാതെ എല്ലാ മനുഷ്യരും ദുആ ചെയ്യുമ്പോഴാണ്, ഇയാളെ കിട്ടാൻ വേണ്ടി ദ്വാരക്കുമ്പോഴാണ് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നത്. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥന, ഇന്ന് 13ാമത്തെ ദിവസമാണ്, 13ഓ 14ഓ, ഏത് വിധേയനെയും അവനെ, പക്ഷെ അവിടെ കണ്ടുകിട്ടാനുള്ള പ്രയാസം കാലാവസ്ഥ അമ്മാതിരി മാറ്റാണ്. നല്ല അങ്ങോട്ട് വെയിൽ വന്ന് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും പെരും മഴ. ഇന്ന് ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ആ പൊന്നുമോനെ കിട്ടണമെന്നുള്ള ദുആച്ചയിലാണ്. നമ്മുടെ കുടുംബത്തെ ആരോ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ. റബ്ബേ, നാളെ പുലരുമ്പോഴേക്ക് ആ പൊന്നുമോനെ കിട്ടണമെന്ന് ദുആ ചെയ്യുകയാണ്. അമ്മയുടെ അടുത്തിരുന്നത് അമ്മയുടെ സഹോദരിയാണ്. ആ സഹോദരിയുടെ മകൻ സൈന്യത്തിലാണ്. ഞങ്ങളൊരു ഫോഴ്സുള്ള ഫാമിലിയിലാണ്. നമുക്ക് ഇന്ത്യൻ ആർമിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. നമ്മൾ ഇന്ത്യൻ ആർമീനെ അത്രയും ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അത് അമ്മയ്ക്ക് ന്യൂസ് കാണുന്നൊന്നുമില്ല. അമ്മ കിട്ടിയ ഒരു ഇതിൽ അമ്മ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ് ആ ഒരമ്മയുടെ വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളെ പറ്റിയിട്ട് നമുക്കൊന്നും ഇപ്പോൾ പറയാനില്ല. പിതാവ് ഒരു മിലിറ്ററിക്കാരനാണ്. അത് പറഞ്ഞ് പിന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. ആ ഒരു രീതിയിൽ ഇപ്പോൾ ആൻറ്റീനെ അടക്കം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം.
അതൊക്കെ ഓരോന്ന് കിട്ടാനായിട്ട്. അതെ അതെ അതെ. അല്ല, ഇതൊക്കെ 1-2 ദിവസം, അത് അത്രയേ ഉള്ളൂ. നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത്, മാനസിക സപ്പോർട്ട് എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്.